ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി നോക്കാനുള്ളത് സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ന ടോപ്പിക്കാണ്. ടെക്സ്റ്റ് പേജ് നമ്പർ 20 എടുക്കാം. കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം. സുരക്ഷാ ഫ്യൂസ് വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ. ഇവിടെ ചിത്രം 1.9 ഫിഗർ 1.9 കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഫിഗറിൽ നമുക്ക് കാണുന്നുണ്ട്, അതിൻ്റെ അകത്തൊരു ചെറിയ വയർ കാണുന്നുണ്ട് അല്ലേ, അതാണ് ഫ്യൂസ് വയർ. അത് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ്. ലോഹസങ്കരങ്ങളാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്, ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓരോ സർക്യൂട്ടിലും അതിലൂടെ പ്രവഹിക്കേണ്ട കറണ്ടിന് അനുസൃതമായ ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫ്യൂസ് വയർ ഉരുകിപ്പോകാൻ ഇടയാക്കുന്ന അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമായിരിക്കും? നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഏതെല്ലാണ്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയറിനെ നമുക്ക് ഇതൊന്നും കൂടെ പറയണം അല്ലേ? ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് എന്താന്ന് ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. അത് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാം. ഷോർട്ട് സർക്യൂട്ട് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ബാറ്ററി എടുക്കുക, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് 2 ടെർമിനൽസ് ഉണ്ടാവില്ലേ? ആ ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. If the positive and the negative terminals of a battery or the 2 wires from the mains come into contact without the presence of resistance in between, they are said to be short circuited. ഇനി ഓവർലോഡിങ് എന്താ നോക്കാം. ഓവർലോഡിങ് എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇത്ര കപ്പാസിറ്റി ഉള്ളതേ പറ്റൂന്നൊരു ലിമിറ്റ് ഉണ്ടാവും. അതിന് താങ്ങാവുന്നതിൽ കൂടുതലായാലും എന്ത് പറ്റും? ഓവർലോഡ് ആവും. അതിൻ്റെ പേര് പോലെ തന്നെ ഓവർലോഡ് ആവും. സോ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിൽ അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഓവർലോഡിംഗ്. A circuit is said to be overloaded if the total power of all the appliances connected to it is more than what the circuit can withstand. ഒരു സർക്യൂട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഓവർലോഡിംഗ്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ ശ്രേണി, ബി സമാന്തരം. ഏത് രീതിയിലാണ്? ശ്രേണിയായിട്ടാണ് കേട്ടോ. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് ശ്രേണി ഓർ സീരീസ് ആയിട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം വർദ്ധിച്ചാൽ ജൂൾ നിയമം അനുസരിച്ച് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നറിയാമല്ലോ. ഇതുമൂലം ഫ്യൂസ് വയറിന് എന്ത് സംഭവിക്കും? താപം കൂടുതലായാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നു. ആൻസർ, ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, താപം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഫ്യൂസ് വയർ ഉരുക്കാൻ കാരണം എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഫ്യൂസ് വയറിന്റെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എങ്ങനെയായിരുന്നു? താഴ്ന്നതായിരുന്നു അല്ലേ? ദ്രവണാങ്കം കുറവാണ്. സോ ഡ്യൂ ടു ലോ മെൽറ്റിംഗ് പോയിന്റ് ഫ്യൂസ് വയർ ഉരുകുന്നു. ദ്രവണാങ്കം കുറവായതുകൊണ്ട് ഫ്യൂസ് വയർ ഉരുകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയർ ഉരുകിപ്പോയാൽ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുമല്ലോ. ഈ അവസരത്തിൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിന് എന്ത് സംഭവിക്കും? ആൻസർ, ഫ്യൂസ് വയർ ഉരുകി പോകുന്നതിനോടൊപ്പം തന്നെ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നു. അവിടെ
കറണ്ട് പിന്നീട് ഉണ്ടാവില്ല, കറണ്ട് കട്ട് ചെയ്യും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനെ സുരക്ഷാ ഫ്യൂസ് എന്ന് വിളിക്കാൻ കാരണമെന്ത്? വിശദമാക്കുക. കാരണം അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങളായ ഓവർലോഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിക്കുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ഉയർന്ന താപനിലയിൽ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്യൂസ് വയർ ഉരുകിപ്പോവുകയും വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മെയും ഉപകരണങ്ങളെയും ഫ്യൂസ് സംരക്ഷിക്കുന്നു. അതിനാലാണ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനെ സുരക്ഷാ ഫ്യൂസ് എന്ന് വിളിക്കാൻ കാരണം. നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തത് കൂടെ നോക്കാം. ഒരു സർക്യൂട്ടിൽ ബന്ധിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനും ഫ്യൂസ് വയറിൽ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് കറണ്ട് ഒരു ഫ്യൂസിലൂടെ ഒഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന സമയത്ത് ഫ്യൂസിലൂടെ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. അവിടെ സറൗണ്ടിങ്സിലേക്ക് ഈ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു. സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപം ഉണ്ടാകുന്നു. ഒരു ലിമിറ്റിനെക്കാട്ടി കൂടുതൽ കറണ്ട് ഒഴുകിയാൽ അവിടെ എന്ത് പറ്റുന്നുണ്ട്? കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ നമുക്കവിടെ ഹീറ്റും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഫ്യൂസ് വയർ ഉരുകുന്നു. സോ അവിടെ ചെറിയ തോതിൽ താപം ഉണ്ടായി പ്രേഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കൂടുതൽ താപം ഉണ്ടായാൽ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഫ്യൂസ് വയർ ഉരുകുന്നു. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. എല്ലാ സർക്യൂട്ടുകളിലൂടെയും ഒരേ അളവിലുള്ള വൈദ്യുതിയാണോ പ്രവഹിക്കുന്നത്? ആൻസർ അല്ല, നോ. ഉപകരണങ്ങൾക്കനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അളവിലും വ്യത്യാസമുണ്ടാകുമല്ലോ? യെസ്, ഉണ്ടാകും. അതിനാൽ അനുയോജ്യമായ ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കണം. ഇനി വീടുകളിലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ദെൻ ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. മൂന്നാമത്തത്, ശരിയായ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം. ആംപിയറേജ് എന്ന് വെച്ചാൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിന്റെ ആംപിയറേജ്. സോ നമുക്ക് I = വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് എഴുതാം. I = W/I എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, വാട്ട്സ്, ഒരു ഉപകരണത്തിന്റെ ഒരു വാട്ട് എന്ന് പറയുന്നത് 540 ആണെന്ന് വിചാരിക്കുക. കറണ്ട് വോൾട്ട് നമ്മൾ കൊടുക്കുന്നത് 230 ആണ്. ദെൻ I എങ്ങനെ കാണും? ആംപിയറേജ് I = 540/230. ആൻസർ 2.34 ആംപിയർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി 2.4 ആംപിയർ എന്ന് കിട്ടും. സോ ശരിയായ ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ നമുക്ക് അവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുരക്ഷാ ഫ്യൂസിൽ പറയാനുള്ളത്. അടുത്ത നമുക്ക് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.